ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സ് അഡ്വാൻസ്ഡ് എക്സൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂപ്പൺ കോഡ് അടിക്കാൻ മറക്കരുതേ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ജസ്റ്റ് എക്കണോമിക് ഫങ്ഷൻ എന്താണെന്ന് ഞാനൊന്ന് പറയാം. എക്കണോമിക്സ് ഈസ് കൺസേൺ വിത്ത് മെഷറബിൾ ക്വാണ്ടിറ്റീസ് സച്ച് as wage, price, national income, etc. Economics deals with the relationship among two or more of these quantities. എക്കണോമിക്സ് എന്ന് പറയുന്നത് മെഷറബിൾ ആയിട്ടുള്ള ഒരുപാട് ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്ന ഒരു സബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ വേജ്, പ്രൈസ്, നാഷണൽ ഇൻകം അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനെയെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് നമുക്ക് എക്കണോമിക്സ് എന്ന് പറയാം. അപ്പോൾ ഇതിന് എന്താണെന്ന് പറയും, നമ്മൾ എക്കണോമിക് ഫങ്ഷൻസ് എന്ന് പറയും. ഓക്കെ, എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ റിലേഷൻസ് എമംഗ് ടു ഓർ മോർ ദീസ് ക്വാണ്ടിറ്റീസ്. ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നു. അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, എക്കണോമിക് ഫങ്ഷൻസ് എന്ന് പറയാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സപ്ലൈ ഫങ്ഷനാണ്. ഓക്കെ, സപ്ലൈ ഫങ്ഷൻ എന്താണെന്നുള്ള ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സപ്ലൈ ഫങ്ഷൻ ഈസ് എ ഫങ്ഷൻ സ്പെസിഫൈങ് ദ ക്വാണ്ടിറ്റി ഓഫ് പർട്ടിക്കുലർ കൊമോഡിറ്റി ദാറ്റ് സെല്ലർ ഹാസ് ടു ഓഫർ അറ്റ് വേരിയസ് പ്രൈസ്. ഒരു വിൽപ്പനക്കാരൻ അദ്ദേഹം ആ ഒരു വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അളവിനനുസരിച്ച് പല വിലകളും പറയും. ഇപ്പോൾ ഞാനൊരു സാധനം വിൽക്കാൻ വയ്ക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാധനത്തിൻ്റെ അളവിനനുസരിച്ച് ഞാൻ ഓരോരോ വിലകൾ നിശ്ചയിച്ചു കൊണ്ടേയിരിക്കും. അതിന് നമുക്കെന്തെന്ന് പറയാം, സപ്ലൈ ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, അറ്റ് ദ പ്രൈസ് ചേഞ്ചസ് സപ്ലൈ ആൾസോ ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈയും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ദാറ്റ് ഈസ് സപ്ലൈ ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ്. അതുകൊണ്ട് തന്നെ സപ്ലൈ എപ്പോഴും പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്ലൈ ഫങ്ഷൻ എപ്പോഴും പ്രൈസാണ്. അപ്പോൾ നമുക്ക് എഴുതാം എന്താ, സപ്ലൈ ദ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് എഴുതാം. സപ്ലൈ ഫങ്ഷൻ കൂടുതലായിട്ടും ലീനിയറായിട്ടും അതുപോലെ തന്നെ നോൺ ലീനിയറായിട്ടും അതിൻ്റെ ഇക്വേഷൻസൊക്കെ വരാറുണ്ട്. സപ്ലൈ ഫങ്ഷൻസ് മേ ബി ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 3 - 4p. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനൊക്കെ എന്താണ്, സപ്ലൈ ഫങ്ഷൻ ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫങ്ഷനെ കുറിച്ചാണ്. ഡിമാൻഡ് ഫങ്ഷൻ ഈസ് എ ഫങ്ഷൻ സ്പെസിഫൈങ് ദ ക്വാണ്ടിറ്റി ഓഫ് പർട്ടിക്കുലർ കൊമോഡിറ്റി ദാറ്റ് ബയേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ് അറ്റ് വേരിയസ് പ്രൈസ്. എന്താ, ഒരു ബയ്യർ അല്ലെ ഒരു സാധനം വാങ്ങിക്കുന്ന ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, പല വിലയ്ക്കുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാം. ഒരു കൊമോഡിറ്റി തന്നെ പല വിലയ്ക്കും അയാൾ എന്ത് ചെയ്യാം, വാങ്ങിക്കാം. അയാളുടെ ഇഷ്ടത്തിന് എന്താ, അയാൾക്ക് പല സാധനങ്ങളും പല വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ആസ് ദ പ്രൈസ് ചേഞ്ചസ് ഡിമാൻഡ് ആൾസോ ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡും ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ദാറ്റ് ഈസ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് എപ്പോഴും പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെയർഫോർ ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡിനെ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഡിമാൻഡും എന്താണ്, സപ്ലൈ പോലെ ലീനിയറും അതുപോലെ തന്നെ നോൺ ലീനിയറും ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ വരുന്നത് ലീനിയറായിട്ടോ അല്ലെങ്കിൽ നോൺ ലീനിയറായിട്ടോ ആയിരിക്കും. ഒന്നുമില്ല, ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബയ്യർ അയാൾക്ക് ഇഷ്ടമുള്ള വിലയിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റം വരാം. അതുപോലെ തന്നെ ഡിമാൻഡ് പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് ഫങ്ഷനാണ്. കോസ്റ്റ് ഫങ്ഷൻ എല്ലാവർക്കും അറിയാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലവുകൾ അല്ലേ. അപ്പോൾ കോസ്റ്റ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം ചിലവ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ഡിപ്പെൻഡഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നടത്തിയോ അതിനെയെല്ലാം ടോട്ടൽ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെ വരും, ദസ് ടോട്ടൽ കോസ്റ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കോസ്റ്റ് ഫങ്ഷൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അത് നമുക്കറിയാം. എന്താ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെയും ഫിക്സഡ് കോസ്റ്റിനെയും തങ്ങളിൽ ആഡ് ചെയ്യുന്നതാണ് എന്ത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും സംശയമുണ്ടോ?
ടോട്ടൽ വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും തങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? TC അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആവറേജ് കോസ്റ്റിനെ കുറിച്ചാണ്. അടുത്ത എക്കണോമിക് ഫംഗ്ഷനാണ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് മൊത്തച്ചെലവും അതുപോലെ തന്നെ മൊത്തച്ചെലവെന്ന് പറയാൻ പറ്റത്തില്ല, ഉൽപ്പാദന ചെലവും ഉൽപ്പാദക യൂണിറ്റുകളും തമ്മിലുള്ള ഒരു ആനുപാതികം. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ആവറേജ് കോസ്റ്റ് എന്ന് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ ഉൽപ്പാദന യൂണിറ്റും അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവുകളും തമ്മിലുണ്ടാവുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ ആ ഒരു ആനുപാതികത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. The total cost increases as the quantity of production increases. ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബട്ട് ദ ആവറേജ് കോസ്റ്റ് ഡിക്രീസസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ് അപ് ടു എ ലെവൽ. പക്ഷേ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്താവും? ഡിക്രീസസ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആവറേജ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളതൊന്ന് നോക്കുക. ഓക്കെ, ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ബൈ എക്സ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് വലിയ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ, അത് ഏത് സാധനത്തിൻ്റെ ആവട്ടെ, ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു 2. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 60. അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ 2ഉം ടോട്ടൽ കോസ്റ്റ് 60ഉമാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ കോസ്റ്റ് ബൈ എക്സ്. അപ്പോൾ 60/2, 60ൻ്റെ പാതി എത്രയാണ്? 30. അപ്പോൾ ഇവിടുത്തെ ആൻസർ 30 ആണ്. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 30 ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന റവന്യൂ ഫംഗ്ഷനാണ്. ടോട്ടൽ റവന്യൂ ഈസ് ദ എമൗണ്ട് ഓഫ് മണി ഡെറൈവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മൾ വിൽക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ മണി, അതിനെ നമുക്കെന്തെന്ന് പറയാം? ടോട്ടൽ റവന്യൂ എന്ന് പറയാം. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂ എന്താണ്? ഒരു എക്കണോമിക് ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ഫംഗ്ഷനെയാണ്. പ്രോഫിറ്റ് ഈസ് എക്സസ് ഓഫ് റവന്യൂ ഓവർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് എക്സസ് റവന്യൂ ഓവർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ പ്രോഫിറ്റ് ഫംഗ്ഷനെ പറയാറുള്ളത്. പ്രോഫിറ്റ് തന്നെ അറിയാം എന്താ? എക്സസ് റവന്യൂ ആണ്. പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എക്സസ് റവന്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ്. ഇത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തതിനെയും അതുപോലെ തന്നെ സോൾഡ് കുറിച്ചതിനെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റവന്യൂ ഫംഗ്ഷൻ്റെയും പ്രോഫിറ്റ് ഫംഗ്ഷൻ്റെയും ഒരു എക്സാമ്പിളും അതുപോലെ തന്നെ ഇക്വേഷനും എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, റവന്യൂ ഫംഗ്ഷൻ എങ്ങനെയാണ് റവന്യൂ ഫംഗ്ഷൻ കണ്ടെത്തുന്നത് എന്ന് നോക്കാം. റവന്യൂ ഫംഗ്ഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ആണ്. തന്നിരിക്കുന്ന ആ ഒരു കൊമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയും പ്രൈസ് ഓഫ് കൊമോഡിറ്റിയും തങ്ങളിൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ കിട്ടും. അപ്പോൾ റവന്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസിലായിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതെന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ, അതായത് ടോട്ടൽ റവന്യൂവിനെ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇഫ് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു 10x ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 5x + 2. അതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ഫംഗ്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്.
എന്നിട്ട് ഇക്വേഷൻ അതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെ ആൻസർ വരുന്നത് നോക്കാം. 10x - 5x + 2. ഓക്കെ, അപ്പോൾ 10x - 5x എന്ന് പറയുമ്പോഴത്തേക്കും 5x, പിന്നീട് +2 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും -2 ആവും. ഓക്കെ, അപ്പം ആൻസർ 5x - 2 ആണ് പ്രോഫിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ഒരു എക്കണോമിക് ഫംഗ്ഷനാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ജസ്റ്റ് ഒന്ന് നോക്കാം. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദാറ്റ് മെഷേഴ്സ് പ്രിഫറൻസ് ഓവർ എ സെറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. യൂട്ടിലിറ്റി എന്താണെന്ന് അറിയാലോ. നമുക്ക് ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഫംഗ്ഷനിലും പറഞ്ഞിരിക്കുന്നത്. യൂട്ടിലിറ്റി റെപ്രസെൻറ്റ്സ് ദ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് കൺസ്യൂമേഴ്സ് റിസീവ് ഫോർ ചൂസിങ് ആൻഡ് കൺസ്യൂമിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്താണ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി, അതിനെ നമുക്കതെന്ന് പറയാം യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള കൺസംഷൻ ഫംഗ്ഷനാണ്. എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് നോക്കാം. In economics, the relationship between consumer spending and the various factors determine it at the household or family level. ഒരു കൺസ്യൂമർ തൻ്റെ ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം കൺസംഷൻ ഫംഗ്ഷനിൽ ഉൾപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ ഇൻകം ആവാം, വെൽത്ത് ആവാം, അതുപോലെ തന്നെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വരും, റിസ്ക്, ഫ്യൂച്ചറിൽ വരാവുന്ന റിസ്ക്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഏജ്, എഡ്യൂക്കേഷൻ, അതെല്ലാം ഫാമിലി സൈസിനനുസരിച്ച് അദ്ദേഹം കൺസംഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കൺസംഷൻ ഫംഗ്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺസംഷൻ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പോസിബിൾ ഇൻകം. കൺസംഷൻ ഫംഗ്ഷൻ എപ്പോഴും ഡിസ്പോസിബിൾ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും there is a function a relationship between input and output which is usually referred to as the production function. ഇതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന് നമുക്ക് എന്തെന്ന് പറയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ എക്കണോമിക്സ് ഇക്വേഷൻ ദാറ്റ് എക്സ്പ്രസ്ഡ് ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ്. ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ, ഇവയുടെ എല്ലാം ഒരു ടോട്ടൽ എമൗണ്ടിനെ നമുക്കെന്തെന്ന് പറയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇതൊന്നുകൂടെ വായിക്കാം. ഇൻ എക്കണോമിക്സ് ഇക്വേഷൻ ദാറ്റ് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സച്ച് ആസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ യൂസ്ഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കാം. അങ്ങനെ പഠിച്ചാലും മതിയാവും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സേവിങ് ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനുമാണ്. രണ്ടും നമുക്ക് ഒത്തു തന്നെ അങ്ങ് പഠിക്കാം. സേവിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സേവിങ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. ഇൻകവും കൺസംഷനും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാം സേവിങ് എന്ന് പറയാം. അപ്പം S=Y-C എന്നതാണ് സേവിങ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ വരുന്നത്. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനാണ് അടുത്തത്. അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തീരും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെയർഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫംഗ്ഷനാക്കി പറഞ്ഞല്ലോ, അത് തന്നെയാണ്. ദെയർഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ I=Y-A. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്കണോമിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പഠിച്ച ഫങ്ഷൻസിനെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം ഡിഫറൻസിയേഷനിലോട്ട് പോവാം. ഓക്കെ.